ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. അല്ല, വേദന കാരണം കൊണ്ട് അവന് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്തത്. അപ്പോൾ ഹിപ്പ് ജോയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്താൽ അവന് അവിടെ ആ ഭാഗം വേദന ഉണ്ടാവില്ല. 4 ലക്ഷം രൂപയായി സർജറിക്ക്. എന്നിട്ടാണ് രണ്ടാമത്തെ സർജറി കഴിഞ്ഞപ്പോൾ അവരുടെ ശ്രദ്ധയില്ലാണ്ട് ഇങ്ങനെ പറ്റിയത്. പൊന്നമ്പലമേട്ടിൽ ശാസ്താവായി വന്നിരിക്കുമാ വേളയിൽ. കാര്യം ഞാൻ ക്രിസ്ത്യാനാണ്, ഉണ്ണിയേശു ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാട്ടിലും കൂടുതൽ ടച്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് അയ്യപ്പ ചരിത. 10 വയസ്സുള്ളപ്പോൾ ഒരു പനി വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മോൻ്റെ ഹാർട്ടിൻ്റെ വാൽവിന് ട്രബിളാണെന്ന്. അങ്ങനെ ഇന്ന് തന്നെ അഡ്മിറ്റാക്കാൻ പറഞ്ഞു അമല ഹോസ്പിറ്റലിൽ. അന്ന് ഞാൻ കൊണ്ടുപോയി അഡ്മിറ്റാക്കി. 10 ദിവസം ഹോസ്പിറ്റലിൽ, 15 ദിവസം വീട്ടിൽ, അങ്ങനെ മാറി. അങ്ങനെ അയാൾ 3.5 വർഷം ട്രീറ്റ്മെൻറ്റ് നടത്തി. അപ്പോൾ ഒന്നരാടം എക്സ്റേ എടുക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. 3.5 വർഷം കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു ഹാർട്ടിന് ട്രബിളൊന്നുമില്ല, വാദത്തിൻ്റെ അസുഖമാണ്. നമ്മൾ ദൈവദൂതന്മാരായിട്ട് കാണുന്ന അവർക്ക് ഈ വരുന്ന പേഷ്യൻസ് അവരുടെ കയ്യിലെ കളിപ്പാട്ടങ്ങളല്ല എന്നുള്ളൊരു വിചാരം വേണം ഈ ഡോക്ടർമാർക്ക്. 5 മണിയായപ്പോൾ ഇയാൾ തന്നെ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെഡിസിൻ ഇഞ്ചക്ഷന് 3000-4000 രൂപയുടെ മെഡിസിൻ വിളിച്ച് പറയും, അതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കണം നമ്മൾ. 5 മണിയായപ്പോൾ സക്സസ് ആണ്, ഒന്നും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടില്ല അയാൾ എന്നെ വിളിച്ചിട്ട് പറയുന്നു ഒന്ന് തിയേറ്റർ വരെ ഒന്ന് വരണട്ടോ. എനിക്ക് ടെൻഷനായി. ഓടിച്ചെന്നപ്പോൾ ഈ ഡോക്ടർ എന്നോട് പറയാ, സന്തോഷപൂർണമായ ഈ സുദിനത്തിൽ ഡി സ്പെഷ്യൽ എന്ന പ്രോഗ്രാമിൽ ഇന്ന് നമുക്കൊപ്പം 3 പതിറ്റാണ്ടിലേറെയായി മലയാള സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ശ്രീ ഓമന ഔസേപ്പാണ് അതിഥിയായിത്തീരിക്കുന്നത്. You are watching India's first NGO television, Malanadu TV India.